നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് ഏകദേശം ഒരു 2-3 ഡേയ്സിനുള്ളിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം നമ്മളിത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. എന്നാലും ഇതുവരെ കിടക്കട്ടെ. അപ്പോൾ കം ടു ദ പോയിന്റ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് എവിടെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽറിഫ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ കോംബോ ഓഫർ ഉണ്ടെന്ന് നമ്മൾ ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടു കേട്ടോ. അത് കണ്ടിട്ടാണ് കെട്ടി ഒരുങ്ങി എല്ലാവരും ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ മുകളിൽ പോയിട്ട് സീറ്റൊക്കെ പിടിച്ച് ഓർഡർ കൊടുത്തപ്പോഴാണ് അവർ പറയുന്നത്, സർ കോംബോ ഓഫറൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. യെസ്, വി ആർ ട്രാപ്പ്. ഇനി ഇറങ്ങി താഴെ പോകാനൊന്നും വയ്യ ഈ പിള്ളേരെ കൊണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് കിട്ടേണ്ടത് തട്ടിയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് അപ്പോഴാണ് നമുക്ക് സുലൈമാനി കൊണ്ടുത്തത്. നല്ല ക്യൂട്ടൊരു ഗ്ലാസ് അല്ലേ. അപ്പോൾ ശരി, ഇനി കുറച്ച് സുലൈമാനിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ഓർഡർ കൊടുക്കാം. എനിവേ, പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഇവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കിട്ടിയ സുലൈമാനിയൊക്കെ കുടിച്ച് സൊറ പറഞ്ഞ് കുറേ നേരം കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഫുഡ് ഇതുവരെയും എത്തിയില്ല. അങ്ങനെ കണ്ണും നട്ട് കാത്തിരുന്ന് മണിക്കൂറുകൾ കടന്നു പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 10-20 മിനിറ്റ് ഒക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സീ ഫുഡിൻ്റെ ഒരു മിനി പ്ലാറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ അതെന്തായാലും റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും, കാത്തിരുന്നല്ലേ പറ്റൂ. ആ സമയത്ത് സാലഡ് വന്നുകൊണ്ട് രക്ഷപ്പെട്ട്. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഈ സാലഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ കുട്ടികൾ വെജീസ് ഒക്കെ കഴിക്കില്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് പ്രൗഡ് പാരൻസ് ആണ് കേട്ടോ. ആ കാര്യത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് വെജീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് നമ്മൾ ഈ അവിയലും തീയലും സാമ്പാർ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കരുത്. അവർക്ക് ഈ സാലഡ് ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് അവർ നന്നായിട്ട് അത് എൻജോയ് ചെയ്ത് കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇവേ ബാക്ക് ടു ദ പോയിന്റ്. നമ്മൾ കാത്തിരുന്ന ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഇവനാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മളുടെ മിനി സീ ഫുഡ് പ്ലാറ്റർ. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഇത് കണ്ട മാത്രമേ തന്നെ ഞാൻ വീണുപോയ എൻ്റെ സാറേ. ഒന്നാമതേ നമുക്ക് ഈ സീ ഫുഡ് ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇത്ര കാര്യമായിട്ട് കൊണ്ടുതരുമ്പോൾ പിന്നെ നമ്മൾ വീഴാതിരിക്കുമോ. ഇതിൻ്റെ കൂടെ നമ്മൾ കോംബോ പിടിച്ചത് നല്ല അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള ബൺ പൊറോട്ട ആയിരുന്നു കേട്ടോ. അതും പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. പിന്നെ ജാനൂട്ടിക്ക് സാത്തൂട്ടിക്ക് നമ്മളൊരു ഗ്രിൽഡ് ചിക്കൻ ആണ് കേട്ടോ പറഞ്ഞത്. ഒരു നോർമൽ അധികം സ്പൈസി ഒന്നും അല്ലാത്ത. അവരവിടെ സെറ്റാക്കിയിട്ട് നമ്മൾ നമ്മുടെ പണിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് കഴിച്ചപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ടേസ്റ്റ് കൊണ്ട് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ മറന്നുപോയി. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായുടെ വരവ് കേട്ടോ. അപ്പം ഞാനതങ്ങോട്ട് കഴിക്കാനും പറഞ്ഞ് എടുക്കുന്ന സമയത്താണ് എൻ്റെ ജാനൂട്ടി പറഞ്ഞത്, അമ്മ എനിക്കും വേണം എന്ന്. പിന്നെ നമ്മളുടെ പൊറോട്ടയ്ക്ക് ഇതിൻ്റെ അതിൻ്റെ എരിവൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് ജാനൂട്ടിക്ക് അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ജാനൂട്ടിക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിച്ച് പറിച്ച് അച്ചാരം അങ്ങോട്ട് തിന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും ഓരോന്നൊക്കെ എടുത്ത് സമാധാനമായിട്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ എല്ലാം. അതുകൊണ്ട് പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു ഗ്രേവി, ആ ഒരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഫ്രഷ് ഫിഷും എല്ലാവരും നല്ലൊരു കോംബോ ആയിരുന്നേ. ഇപ്പോഴും ഈ മന്തി ഗ്രില്ല് ഈ ഒരു സംഭവമൊക്കെ കഴിച്ച് മടുത്തുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം ഒരു വെറൈറ്റി പിടിച്ചത്. പക്ഷേ സംഭവം എന്തായാലും ഫ്ലോപ്പ് ആയില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. പിന്നെ ഒരു വീട്ടിൽ കാണുന്നവരുടെ ബൈ ബൈ.